ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ആദ്യത്തെ വീഡിയോ ആണ് നമ്മുടെ ചാനലിൻ്റെ. നമ്മൾ ഗെയിമിംഗ് ചാനലാണ്. അപ്പം നമ്മുടെ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പം നമ്മുടെ വീഡിയോയ്ക്കകത്ത് ആദ്യം തന്നെ ഒരു ഹൊറർ ഗെയിമാണ് കളിക്കുന്നത്. ഗെയിമിൻ്റെ പേരെന്താണെന്നിത് ഓണായി വരണം, നമുക്ക് നോക്കാം. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. എനിക്കൊന്നും പറയാൻ അറിയത്തില്ല എങ്ങനെയാന്നൊക്കെ. ഹൗ ഓൾഡ് ആർ യു? ഇപ്പം നമ്മുടെ കൂടെ ഒരു പ്രൊഫഷണൽ ഗെയിമറുണ്ട്. ആ ഗെയിമർ ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഗെയിമാണ് ഹലോ നെയ്ബർ. ഈ ഹലോ നെയ്ബർ ഞാൻ കഴിഞ്ഞ വട്ടം കളിച്ചായിരുന്നു, പക്ഷെ അപ്പം ഞങ്ങൾ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റത്തെ ഈ ട്രയൽ പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് സെക്കൻഡ് റൗണ്ടിൽ കയറിയായിരുന്നു. പക്ഷേ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾ വേറെ ഫോണിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടെ ആദ്യം തൊട്ട് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ആക്റ്റീവ് 1 ആയി. ഇതിൻ്റെ അകത്തൊരു ടീച്ചർക്ക് ഓടി വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്ത് നല്ല സൂക്കേടായിരുന്നു അവന്. ഓക്കെ, അപ്പം നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റില്ല. അതേ എൻ്റെ ബോളിൽ കൊണ്ടുപോകുന്നു. ചാടാൻ നമുക്ക്. ഈ ചെറുക്കിന് വല്ലാത്ത സൂക്കേടായിരുന്നു. അടുത്ത മാറ്റണ്ടേ. മനസ്സിലായി. പുതിയ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇപ്പോഴാണ് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ ചെയ്തായിരുന്നു. അപ്പം നമ്മുടെ മുഖം നിങ്ങൾക്ക് കാണണമെങ്കിൽ നമുക്ക് ഗോപ്രോ കാണാം. അതൊക്കെ മേടിക്കണം. നമുക്ക് യൂട്യൂബിൽ പൈസ കിട്ടണം. അത് കിട്ടണേ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമ്മുടെ മുഖം വളരെ മനസ്സിലേക്ക് മിസ്റ്ററി ആയിട്ട് കിടന്നോട്ട്. ഓക്കെ, എന്തോ ഒരു ഒച്ച കിട്ടും. വീട്ടിൽ നിന്ന് എന്തോ ഒരു നിഗൂഢത. ചെയ്യുന്നുണ്ട്. കൊടും ക്രൂരത. നമ്മളെ കണ്ടില്ലേ ആ പൊട്ടൻ? അത് വേണ്ട. നമുക്ക് നെയ്ബറിനെ കൊച്ചച്ചൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം നെയ്ബർ കൊച്ചച്ചൻ. എനിക്ക് തോന്നി നെയ്ബറിന് വട്ടാണ്. നമ്മളെ കണ്ടില്ലല്ലോ. അയ്യോ, നമ്മളെ കണ്ടു. ഓടോ. അവൻ ഒരു ചുമലൊക്കെ അവൻ ടേബിളിൽ വെച്ചു. അപ്പം നമ്മൾ ഇത്രയും കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ഫിംഗർ പ്രിന്റ് പതിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഗ്ലൗസ് ഇട്ടിരിക്കുന്നത്. നമ്മൾ മുഖത്തോട്ട് വീണു. നമ്മളിപ്പം എന്ത് ചെയ്യും? നമുക്ക് അമ്മാവൻ്റെ വീട്ടിലോട്ടൊന്ന് കയറിക്കാൻ നോക്കാം. ഇതാണ് നമ്മുടെ നെയ്ബർ അമ്മാവല്ല കൊച്ചച്ചൻ. നെയ്ബർ കൊച്ചച്ചൻ. ഇതെങ്ങനെ? ഇങ്ങനെയാണോ തുറക്കുന്നേ? എൻ്റെ പ്രൊഫഷണൽ ഗെയിമർ എന്നോട് എല്ലാം പറഞ്ഞ്. കൊച്ചച്ചൻ എല്ലാം കണ്ടു. കൊച്ചച്ചൻ എല്ലാം കണ്ടു. നമുക്ക് നാളായി നമ്മളിത് കളിച്ചു. ഇത് നമുക്ക് തുറക്കാൻ പറ്റും. നമ്മൾ അതിനകത്തുനിന്നല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ടി വി എടുത്ത് അവനെ എറിഞ്ഞു നോക്കാം. ഈ കൊച്ചച്ചൻ്റെ ഒരു കാര്യം. ഓക്കെ, ഇത് നിൽക്കുമ്പോൾ നമ്മൾ എറിയും. കൊച്ചച്ചനൊന്ന് എറിഞ്ഞു. നമുക്ക് കൊച്ചച്ചനൊന്ന് എറിഞ്ഞു നോക്കാം. എക്സസൈസ്. നിനക്ക് എക്സസൈസ് തീർന്നു. വല്ല ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക്. നമുക്ക് കൊച്ചച്ചൻ്റെ വീട്ടിലൊന്ന് നമുക്ക് നേരെ കളിയിലോട്ട് പോവാം. ഈ കൊച്ചച്ചനെ എല്ലാവരും പരിചയപ്പെട്ടിട്ട് കളിയിലോട്ട് ഇങ്ങോട്ട് പോകാം. ഒളിച്ചിരുന്നു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രൊഫഷണൽ ഗെയിമറിനോട് തന്നെ ചോദിക്കാം. നമ്മൾ എന്താ ഇപ്പം ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ വീട്ടിൽ പോകണം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എറിയാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സംഭവം എടുക്കണം. അതിന് അയാൾ വരുന്നുണ്ടോ എന്നൊരു ഡബ്ബ്. നമുക്ക് ഇവിടുന്ന് ഹെണിയിൽ കയറിയിട്ട് ജനലടിച്ച് പൊട്ടിക്കാം. നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊന്ന് പറ. ഞാൻ കളിക്കാൻ പോകും. അടിപൊളി. പിടിച്ച് സെറ്റ്. ആ കുത്ത് സംഭവങ്ങൾ പോയി കഴിഞ്ഞിട്ട് നമുക്കിനിയും
കളിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ആ റെഡ് റൗണ്ട് കളർ ഒരു സാധനം കാണുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലാണ്. പിന്നെ നമ്മുടെ ഇതിൻ്റെ തമ്പനയിൽ ഞാൻ എൻ്റെ ഒരു ഐസിൻ്റെ ഫോട്ടോ മാത്രം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അതാണ് ഞാൻ. പിന്നെ പ്രൊഫഷണൽ ഗെയിമറിനെ നമ്മളിപ്പോൾ റിവീൽ ചെയ്യില്ല. ആയെന്ന് തോന്നുന്നു കേട്ടോ. ആയോ? ഓ അഡ്വർട്ടൈ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ് ഈ ഓക്കെ. നമുക്ക് നമ്മുടെ വീടിനകത്തോട്ട് പോയിട്ട് ഞാൻ എല്ലാം മറന്നു പോയി. ചക്കാൻ തോന്നുന്നു, എന്തോ ഹാങ്ങുണ്ട്. ഓക്കെ എടുക്കുക, നമുക്കിതെടുക്കാം. എന്തോ ഫോണിൽ എന്തോ ചെറിയൊരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് എന്താ ക്ഷമിക്കണം. നമുക്ക് നല്ല ഫോണൊക്കെ മേടിക്കണം, നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം ഞങ്ങൾക്ക്. ഇതിൻ്റെ പുറകിൽ ഈ വണ്ടിയുടെ പുറകൊക്കെ തുറക്കാൻ പറ്റത്തില്ല, ഡിക്കി അതൊക്കെ തുറക്കണ കീ വേണം. ഈ കേണിയിൽ എന്തോ കയറിപ്പോണ്ട് കോണിയിൽ. ഓ അങ്ങനെയാ. എനിക്ക് എവിടെയോ അങ്ങനെയുണ്ട്. നമ്മൾ പണ്ട് കളിച്ചിട്ടില്ലേ അത്? അപ്പം നമുക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാകുന്ന ഇപ്പോഴും 1 മില്യൺ എടുത്തത്. ഓക്കെ ഞാനൊന്ന് കളിച്ചു നോക്കാം. അങ്ങോട്ട് ചാടണം. ഓക്കെ നമ്മളുടെ ഇവിടുന്ന് അങ്ങോട്ട് ചാടണം. അതൊക്കെ നമ്മുടെ പ്രൊഫഷണൽ ഗെയിമർ അല്ലാതെ എനിക്കൊക്കെ പറ്റും. ചമ്പ് ബസ് കിട്ടി, സമാധാനമായി. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കുന്നു. ഇതെൻ്റെ ലാസ്റ്റ് ട്രൈ ആണ്. ഇത് ഞാൻ കിട്ടിയില്ല, ഞാൻ നേരെ പ്രൊഫഷണൽ ഗെയിമറിൻ്റെ അടുത്ത് കൊടുക്കും. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് പകുതി വെച്ചപ്പോഴാണ്. പിന്നെ ഗൈസ് ഒന്നുമില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് ഗോപ്രോ, മൈക്ക്, പിന്നെ ട്രൈപോഡ് അങ്ങനത്തെ സാധനമൊക്കെ മേടിക്കും. എനിക്ക് ഇതിൻ്റെ ഒരു പേരറിഞ്ഞു, അവിടെ പ്രോ ഗെയിമറിന് മാത്രമേ അറിയുള്ളൂ. പിന്നെ നമ്മുടെ പ്രോ ഗെയിമറിന് യൂട്യൂബ് ചാനലൊന്നും ഇല്ല. അഥവാ നമ്മളിനി പൊട്ടിയില്ല പിന്നെയും പൊട്ടിയില്ല. ഇതെന്ത് ഹാർഡായിട്ടുള്ള ക്ലാസ് ഇവൻ മേടിച്ചു വെക്കുന്നു. ഇവനാര്? കൊച്ചനാ? നെയ്ബർ കൊച്ചൻ. ദിസ് കൊച്ചൻ വിൽ കിൽ യു. പക്ഷെ ഇത് പൊട്ടാറായെന്ന് തോന്നുന്നു കേട്ടോ. ഇത് പൊട്ടുന്നില്ല. ഇല്ല പോയില്ല. ഭയങ്കര ഹരമാണ്. നിങ്ങൾ സഹായിച്ചാൽ നമുക്കൊരു നിങ്ങൾ പറയുന്ന എന്ത് ഗെയിം കളിക്കാം. ഇത് ആപ്പിൾ ഫോൺ ഒന്നുമല്ല, ആൻഡ്രോയിഡ് ആണ്. ഇത് നമ്മുടെ ഓപ്പോയുടെ ഏതൊരു മോഡലുള്ള ഫോണാണ്. ഈ സംഭവം നമുക്കിത് എങ്ങനെയും ഒക്കെ ചെയ്യാം എനിക്ക് തോന്നുന്നു. ടി വി നമുക്ക് എടുത്തിട്ട് വന്നാലോ? പിന്നെ എനിക്ക് ഇറങ്ങിയിട്ട് കയറാൻ പോയി. നമുക്ക് ഒറ്റ തവണ കൂടെ എറിഞ്ഞു നോക്കാം. ഓക്കെ നമുക്ക് പോവാം. വെയിറ്റ് ഉള്ള സാധനം ഇവിടെ നിന്ന് എറിഞ്ഞു നോക്കിയാലോ? ഈ പലകയുടെ ഇവിടെ നിന്ന്. ഓക്കെ നമുക്ക് ഒരു പ്രാവശ്യം ചെയ്യാം. ഇത് ലാസ്റ്റ് ആണ്. പുറത്തുനിന്ന് ഇറങ്ങി നിന്നിട്ട് ചെയ്യാൻ ഒത്തിട്ട് നമ്മളെ കണ്ടിട്ടുണ്ട്. നമ്മൾ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞ് നമ്മളെ പിടിക്കായിരിക്കും. നമുക്ക് അങ്ങോട്ട് ചാടാൻ പറ്റില്ല. ചാടിയിട്ടുണ്ട്. നമ്മൾ പിന്നെ ടി വി എടുത്ത് അതിൻ്റെ മണ്ടയിലോട്ട് പോകണം. നെയ്മർ കൊച്ചൻ ഇവിടെ ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നെയ്മർ കൊച്ചൻ്റെ ഒരു കാര്യം, ഓരോ കൊച്ചുങ്ങളെ ഇങ്ങനെ ക്രൂരതയായിട്ട്. നെയ്മർ കൊച്ചിന് ഉറങ്ങുവാണോന്നൊരു ഡബ്ഡ്. എൻ്റെ ഡൗട്ടിന് ഞാൻ ഡബ്ഡ് എന്നൊക്കെ പറയും. ഗൈസ് നിങ്ങളത് നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മൾ കുറച്ച് ഷോർട്സ് ഇടും. പിന്നെ നിങ്ങൾ നമ്മുടെ ചാനലിൽ ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട. നമ്മുടെ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള വീഡിയോസും ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ ഗൈസ്.
ഓ ജസ്റ്റ് മിസ്റ്റ്. കഴിഞ്ഞു. ഓക്കെ ഗൈസ്, ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ. ഇത്ര നേരം ഗെയിമർ എനിക്ക് എന്തെങ്കിലും ഓ അതെ കിട്ടി. ഞാൻ ഇത്രയും ചാടി. പ്രോ ഗെയിമർ ഇതൊക്കെ കണ്ട് ഞെട്ടിപ്പോ. മോനെ അട ഗൊമ്മള. പക്ഷേ ടി വിയുടെ വെയിച്ച് പോടിയത് ഇവനത് ഏതാണ്ട ഉഗാണ്ടയിൽ പോയി മേടിച്ചാണ് ഈ ഗ്ലാസ് എന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ വെച്ചും കണ്ടു തീർന്നില്ല. ഇവിടം വരെ വരുമോ അവൻ? അവിടെ ഇങ്ങനെ എക്സസൈസ് ചെയ്തോണ്ടിരുന്നു. നെബ്രാച്ചിന്റെ പുറകെ തക്കാളിക്ക് പണ്ട് അറിയുമായിരുന്നു, ഇപ്പൊ ഒന്നും പണ്ട് എന്ന് പറഞ്ഞാൽ ഇത് തുറക്കത്തില്ലെന്നാണ് തോന്നുന്നത്. നെബ്രാച്ചും കറുപ്പായി നമ്മുടെ ടി വി ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, പാവം നമ്മുടെ ടി വി നമ്മൾ കാണാനിട്ട് അത് വിഷമിക്കുന്നുണ്ടാവും. ഇവിടെ ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ പകല് നിങ്ങൾക്ക് ചിലപ്പം മിസ്സായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് പരിഗണിക്കാൻ. ഞങ്ങൾ വൈഫൈ ബോക്സ് ഒക്കെ മേടിച്ച് വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. പ്രോ ഗെയിമറിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. മ്യൂസിക്. ഇതിൻ്റെ പിക്ചറില്ല എടുത്ത് ഊരുണ്ട്. എറിയ അതങ്ങ് ആകാശത്തോട്ട് പോവുകയാണ് ഗൈസ്. ഇനി കേറാൻ എനിക്ക് നമ്മൾ ഇനി നമുക്ക് എന്താ വേണ്ട? കീ എടുക്കണം. കീ എന്ത് കീ? ഇത് ഓഫ് ചെയ്യണം. വേണ്ട നോക്കാം. ഈ കീ വെച്ചിട്ട് കീ ഉപയോഗിച്ച് കാറ് തുറക്കണോ? കാറ് തുറക്കാൻ വേറെ ചെയ്യാം. ഇത് തുറക്കണം. എന്നിട്ട് കീ വെച്ച് ഇറങ്ങണം. ഇത് തുറക്കണം. ഇവിടെ അപ്പുറത്തൊരു കസേര വെച്ചിരിക്കുകയാണ്. ഇതിനകത്തോടെ നമുക്ക് നോക്കാം. ഇതിനകത്ത് അത്ര നോക്കാം. ഇത്ത ഞെക്കി നോക്കിക്കേ. എവിടെ എനിക്ക് പ്രോഗ്രാം ഏതായാലും ഇനി നമ്മൾ എന്താ എടുക്കണ്ടേ? അതാണോ കാറിൻ്റെ കീ? നേരെ കാറിൻ്റെ അടുത്തേക്ക് ഈ നമുക്കൊരു ചാടിപ്പോയി. നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. ഇല്ലേ? ബോധത്തെ കണ്ട പിന്നെ അതായി കണ്ടില്ലല്ലോ. നമ്മൾ നിരക്കി. നമ്മുടെ കയ്യിലുള്ള ടി വി ഒക്കെ നമ്മൾ വലിച്ചെറിഞ്ഞു. അയ്യോ, ഇപ്പൊ തുറക്കാൻ പറ്റുമോ നോക്കി? ഇവിടെ കൊണ്ടുവന്നു. കൊച്ചൻ്റെ കാറിൻ്റെ കീ നമ്മുടെ കയ്യിലുള്ള കൊച്ചൻ കണ്ടില്ലേ? ഇതെന്താ? ഇപ്പൊ ഒരു പാണ്ടിലോറി കയറി വരണം. ഇനി ഞാൻ കുറച്ചു നേരം കളിച്ചു നോക്കി. കീ എടുക്കാൻ മേത്തോട്ട് ഞാൻ നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ കുറച്ച് ഷോർട്സ് ഒക്കെ ഇടും. ആ ഷോർട്സ് നിങ്ങൾ മറക്കാതെ കാണണം. എന്നാലേ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ വരുന്ന സമയമൊക്കെ മനസ്സിലാവൂ. നമ്മുടെ നെയ്ബർ കൊച്ചൻ ഓടോ അങ്ങോട്ട്. നമ്മുടെ നെയ്ബർ കൊച്ചന് വട്ടാണെന്ന് എനിക്ക് ശരി സംശയമുണ്ട് കേട്ടോ. ഇങ്ങനെ ആകാശത്തൂടെ ചാടും. അതൊക്കെ കഴിവാണെന്നാണ്. ഇനി നമുക്കിത് എടുത്ത് ഇങ്ങോട്ടിടാം. നെയ്ബർ മാഗ്നറ്റ് എടുക്കണം. ഇതിന് രണ്ട് വഴിയുണ്ട്. ഒന്നാമത്തെ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതിലേക്കൂടെ കയറിയിട്ട് നമ്മൾ കണ്ടല്ലോ അവിടെ ഒരു ഡോറ് അടച്ചു വെച്ചിരിക്കുന്നത്. ആ ഡോറിൽ ഒരു കീ ഉണ്ട്. ആ കീ നമ്മൾ ഇത് വെച്ചിട്ട് വലിച്ചെടുക്കണം. അത് അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ പുറകിൽ പോയിട്ട് അവിടെ
ഒരു സ്പാനർ എന്തോ പോലത്തെ ഒരു സംഭവമുണ്ട്. ആ സംഭവം ഇത് വെച്ച് ഒരു കാർബോർഡ് പെട്ടിയുടെ മണ്ടേ കയറി നിന്ന് ഇത് വെച്ച് എടുത്തിട്ട് അപ്പുറത്ത് ഒരു ഏണിയുണ്ട്. ആ ഏണിയുടെ മണ്ടേ കൂടെ കയറി പോയിട്ട് അത് തുറന്നെടുത്തോണ്ട് വരണം. പക്ഷേ ഇവിടത്തെക്കാട്ടിലും ഇതിനേക്കാട്ടിലും നല്ലത് അതാണെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ആ പുറകിൽ കൂടെ പോയി എടുത്ത് നോക്കാം. എന്നത് ഞാൻ കാണിക്കാം. ഓ മറ്റേ വഴിയോ? സിമ്പിളാണ്. നമ്മൾ പുറകിലോട്ട് പോകണം. ഇവിടെയാണെന്ന് ഇതെന്തോ ഓണാക്കണം. ഇതല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്കൂടെ കയറി പോവാണ് ചെയ്യാൻ പോകുന്നത്. ഏണി കൂടെയോ? ഇതിലേക്കൂടെ കയറണമെങ്കിൽ ഇതിനകത്ത് ഇത് കാണിക്കണം. അപ്പോൾ ഇതിനകത്ത് നിന്ന് സംഭവം കിട്ടും. അത് വെച്ചിട്ട് ഈ സംഭവം അഴിക്കണം. അത് അഴിക്കണമെങ്കിൽ നമുക്ക് കാർബോർഡ് പെട്ടികൾ വേണം. ആ കാർബോർഡ് പെട്ടികളുടെ മുകളിൽ കയറി നിന്ന് വേണം നമുക്കിതൊക്കെ വലിക്കാം. ഓക്കെ, നമ്മൾ ഇതൊക്കെ ഇവിടെ കൊണ്ട് വെച്ചിട്ട് നമ്മളുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് ആയി പോയെന്നൊരു ഡൗട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ കീ ഒക്കെ എടുക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം. എല്ലാവർക്കും ബൈ.